കേക്കച്ചൻ മുങ്ങിയപ്പോൾ പിന്തുണയുമായി വന്നവർ ഇവരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷാഫി പറമ്പിലിനെ ഇന്നലെ പേരാമ്പ്രയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം തകർന്ന് സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ കിടന്നപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇന്ന് ഉച്ചവരെ യാതൊരു പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫോ എത്തിയിരുന്നില്ല. എന്നാൽ പല മുതിർന്ന നേതാക്കന്മാരും ഷാഫിക്കും യുവനേതാക്കന്മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അതിൽ എടുത്തു പറയേണ്ടുന്ന പേരുകളാണ് ശ്രീ ടി സിദ്ദിഖ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, AP അനിൽകുമാർ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുമ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇവിടെ ബാരിക്കേഡ് കെട്ടിയത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒന്ന് തള്ളിയപ്പോ നിങ്ങൾ ഉള്ളോട്ട് വീണിട്ടുണ്ട്. വരുന്ന വഴിക്ക് ജീപ്പും എടുത്ത് നിങ്ങൾ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും ഷാഫി ഉൾപ്പെടെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തകർക്കാൻ, കൈയൊടിക്കാൻ, കാലൊടിക്കാൻ, മൂക്കടിച്ചു പൊട്ടിക്കാൻ, അവരുടെ വായ തകർക്കാൻ, രക്തമൊഴുക്കാൻ നേതൃത്വം കൊടുത്ത പിണറായിയുടെ പോലീസിനോട് പറയുന്നു, 24 മണിക്കൂറും ഞങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിണറായി വിജയന്റെ പോലീസിലും ഓഫീസിലും കാക്കിയിട്ടവർ തകയില്ല എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. രാപ്പകലില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇവിടെ. ഇതൊരു ചരിത്രമാണ്. ഈ സമരം പിണറായി വിജയനെയും കൊണ്ട് മാത്രമേ പോകൂ എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിക്കുന്നു. എന്താ സാഹചര്യം? നിങ്ങൾ ഈ അക്രമം പോലീസിന് നിർദ്ദേശ, പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പോലീസിന് നിർദ്ദേശമാണ്. ശബരിമലയിലെ കള്ളത്തരങ്ങൾ പുറത്തറിയാതെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം. അല്ലാതെ എന്തിനാണ് നിങ്ങൾ CKG കോളേജിൽ ജയിച്ച കുട്ടികൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്നത്? അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ജയിച്ച കുട്ടികൾക്ക് 45 കൊല്ലം നിങ്ങൾ ജയിച്ച പൊന്നാപുരം കോട്ട CKGയിൽ ഞങ്ങളുടെ KSUവിന്റെ, ഞങ്ങളുടെ MSFന്റെ പ്രവർത്തകർ തകർത്തെങ്കിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കറിയാം. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയ അക്രമം, ഓഫീസിൽ നടത്തിയ അക്രമം, ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയ അക്രമം, കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനം. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ലേ? ആ മക്കളുടെ കണ്ണുകൾ നിങ്ങൾ അടിച്ചു പൊട്ടിക്കോ? കണ്ണുകൾ അടിച്ചു പൊട്ടിക്കോ? കഴുത്തിലടിക്കോ? തലയിലടിക്കോ? ഷാഫിയെ നിങ്ങൾക്ക് കണ്ടാലറിയാത്ത ആളാണോ? പ്രവീൺ കുമാറിനെ കണ്ടാലറിയാത്ത ആളാണോ? രാകേഷെ കണ്ടാലറിയാത്ത ആളാണോ? UDFന്റെ നേതാക്കന്മാരെ കണ്ടാലറിയാത്ത ആളുകളാണോ? ദൈനംദിനം ബന്ധപ്പെടുന്നവരാണ്. ദൈനംദിനം ബന്ധപ്പെടുന്ന ആളുകളെ നിങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി ആക്രമിക്കുകയാണ്. അതിന്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം ശബരിമലയിലെ കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ, മറ്റാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ഇവിടെ ദ്വിമുഖ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഒന്ന്, ശബരിമലയിലെ കാട്ടുകള്ളന്മാരായ CPMന്റെ ചോറുകളായ കള്ളന്മാരായ നേതാക്കന്മാരെ തുറങ്കിലടച്ച് ശബരിമല ശാസ്താവിനെ സംരക്ഷിക്കാനും വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ട്, പേരാമ്പ്രയടക്കമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ചോര വീണിട്ടുണ്ടെങ്കിൽ ആ ചോരയ്ക്ക് പകരം ചോദിക്കും. അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DYSP സുനില് അടക്കമുള്ള പോലീസുകാർ, ആ പോലീസുകാർക്കെതിരായ നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കാതെ ധിക്കാരും അഹങ്കാരവും പ്രയോഗിച്ച് അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ കമ്മീഷണർ ഓഫീസിനകത്ത് കമ്മീഷണറും ഇരിക്കില്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. സമാധാനപരമായിട്ടുള്ള മാർച്ചിനെ തകർത്ത് സംഘർഷമുണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിട്ട് അക്രമത്തിന് നേതൃത്വം കൊടുത്ത് കേരള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടാനുള്ള പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അച്ചാരം വാങ്ങി UDFന് പ്രിയങ്കരനായ വടകരയുടെ MP, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സഹോദരൻ
ശ്രീ ഷാഫി പറമ്പിൽ ഗുരുതരമായ രീതിയിൽ ആക്രമണത്തിന് വിധേയനായി. അദ്ദേഹത്തിന്റെ എല്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് ചോര വരുന്നത് നമ്മൾ കണ്ടു. ആരായി ആക്രമിക്കുന്നത്? തലയ്ക്ക് നിരവധിയായ അടി കിട്ടി. ആരാ അടിക്കുന്നത്? പിണറായി വിജയന്റെ പോലീസാ. ഞങ്ങൾ ഒരു കാര്യം പറയാ, ആ പോലീസുകാരനെയൊക്കെ നമ്പർ അടക്കം നോക്കി വെച്ചിട്ടുണ്ട്. 2026 പിണറായി ഇരിക്കുന്ന കസേരയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇരിക്കും. പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന, ശബരിമല അയ്യനെ കക്കാൻ നേതൃത്വം കൊടുക്കുന്ന, അയ്യന്റെ സ്വർണ്ണ ആടയാഭരണങ്ങളെ കക്കാൻ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനലുകളായ കൊള്ള സംഘം ഈ കേരളം ഭരിക്കുമ്പോ അതിനെതിരായിട്ടുള്ള ജനാധിപത്യ പോരാട്ടം, വിജയിച്ചതായ UDF പ്രവർത്തകന്മാരെ സംരക്ഷിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടമൊക്കെ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ രാപ്പകലില്ലാത്ത പ്രക്ഷോഭത്തിന് UDF നേതൃത്വം കൊടുക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് അർദ്ധരാത്രിയിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചിന് വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇത് പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടമാണ്. അവസാനിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുകൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഷാഫി പറമ്പിനെ ഉന്നമിട്ട് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അയാളെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കേരള ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും DYFIയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പേരമ്പ്രയിൽ കണ്ടത്. ഇത് പോലീസിൻ്റെ അതിക്രൂരമായ പൈശാചികമായ ഒരു നരനായാട്ട് തന്നെയാണ് പേരമ്പ്രയിൽ കണ്ടത്. ഇത് മാർക്സിസ്റ്റുകാരുടെ DNA ലയിച്ചു ചേർന്നൊരു കാര്യമാണ് ചോരക്കൊതി എന്ന് പറയുന്നത്. ചോരക്കൊതി, ചോരക്കളിയും ഇവരുടെ തറവാട്ട് സ്വത്തായിട്ട് ഇവർ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം, ഇന്നലെ സത്യം പറഞ്ഞാൽ പോലീസ് ഇത്രയേറെ ഒരു തെറ്റായ സമീപനം, അതാണ് ഇന്നലത്തെ കുഴപ്പങ്ങളുടെയൊക്കെ കാരണം. ഇന്നലെ പേരാമ്പ്ര നഗരത്തിൽ UDFൻ്റെ ഹർത്താലായിരുന്നു. ഹർത്താലിൻ്റെ കാരണം മിനിഞ്ഞാന്ന് നടന്ന പേരാമ്പ്ര CKG കോളേജ് ഇലക്ഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 സ്ഥാനങ്ങളിൽ KSU വിജയിച്ചു. ആ വിജയത്തിൽ ഹാലിളകിയ SFI ആണ് കുഴപ്പങ്ങളുണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ കോളേജിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങളാണ് ഇന്നലെ ഹർത്താലിലേക്ക് വഴിവെച്ചത്. ഇന്നലെ കാലത്ത് 6 മണി മുതൽ 5 മണി വരെയായിരുന്നു, വൈകുന്നേരം 5 മണി വരെയായിരുന്നു ഹർത്താൽ. ആ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPMന് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തു. അത് തന്നെ ശരിയായിട്ടുള്ള സമീപനമല്ല. കാരണം UDFൻ്റെ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPMന് പെർമിഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുത്തു. പോലീസ് എസ്കോർട്ടോടുകൂടിയിട്ട് തന്നെ വരെ പ്രകടനം പൂർത്തിയായി 6 മണിക്ക്. പക്ഷെ 6 മണിക്ക് UDFൻ്റെ പ്രകടനം ആരംഭിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. പറഞ്ഞ കാരണം CPMൻ്റെ ഓഫീസിൽ 50ഓളം ആളുകൾ ആയുധങ്ങളുമായി നിൽക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോരുന്നു. സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് വികാരം ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയേറെ സംഘർഷങ്ങൾക്ക് ശേഷം CPMൻ്റെ പ്രകടനം നടത്താൻ പെർമിഷൻ കൊടുക്കുകയും കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രകടനത്തിനോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. ശരിയാണ്. അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അത് തടയാൻ ആണ് ഷാഫി പറമ്പിലും DCC പ്രസിഡൻറ്റും അങ്ങോട്ട് ചെന്നത്. അവർ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന ശബരിമല യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിവരറിഞ്ഞപ്പോഴാണ് യോഗം നിർത്തിവെച്ച് അവരങ്ങോട്ട് ചെല്ലുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു MPയെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്. മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ്. ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും CPMന് പ്രൊട്ടക്ഷൻ നൽകുകയും UDF യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്
ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും UDFും ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. അതുകൊണ്ട് MP-യോട് ചെയ്ത ഒരു MP-ക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. CPM-ന് എന്തും ചെയ്യാം, അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കോൺഗ്രസോ UDFോ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാ. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ UDF ഇത് വളരെ ഗൗരവത്തിൽ കാണും, ശക്തമായുള്ള സമരത്തിന് നേതൃത്വം നൽകും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രത്യേകിച്ച് ആ DYSP ആണ് കുഴപ്പങ്ങളുടെ മുഖ്യ കാരണം. അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പ്രാദേശിക ചാനലുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ ലാത്തിചാർജ് MP-ക്ക് തന്നെ നടന്നിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് തന്നെ പ്രാദേശിക ചാനലുകളുമായി ബന്ധപ്പെടുകയും അവർ ആ ക്ലിപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങുകൾ നൽകുകയും ചെയ്തു. അതിനുശേഷം തന്നെ അന്നേരം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അത് പറയുകയും ചെയ്താണ്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. സാധാരണ ലാത്തിചാർജ് അല്ല, ഗ്രനേഡ് എറിയുമ്പോഴുണ്ടാവുന്ന മുന്നൊരുക്കങ്ങളുണ്ട്. അത് സ്വാഭാവികമായി അനൗൺസ് എവിടെ നിന്ന് തിരുവനന്തപുരത്ത് നമ്മൾ സാധാരണ കാണുന്ന ആൾ ഏത് സമരത്തിന് നേരെ ഗ്രാനേഡ് ആക്രമണം കാര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഗ്രാനേഡ് എറിയുമ്പോഴും പോലീസ് പറയും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഗ്രാനേഡ് ഞങ്ങൾക്ക് എറിയേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പേരാമ്പ്രയിൽ നിന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഗ്രാനേഡ് എറിയുന്നു, പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു. ഷാഫി പറമ്പിൽ MP-യെ അറിയാത്ത ഏത് പോലീസുകാരാണ് പേരാമ്പ്രയിൽ ഉണ്ടാവുക? അത്രയും അറിയപ്പെടുന്ന ഒരു യുവ നേതാവ്, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു MP. അപ്പോൾ അദ്ദേഹത്തെ അറിയാതെയാണ് അടിച്ചത് എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും? അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ട്? ആദ്യം പോലീസ് നിഷേധിച്ചു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിലിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതിനകത്തുനിന്ന് നിലപാട് മാറ്റി. ഇത് വളരെ ആസൂത്രിതമാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ എല്ലാവരും CPM-ൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഒരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റിനെതിരെ പ്രതിഷേധത്തിലാണ്, പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ്. മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും, ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും, ഗവർണർ CPM സംഘർഷമാവും. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോകും. പക്ഷേ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേഡ്, ഗവൺമെന്റ് സ്പോൺസേഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ജനപ്രതിനിധികൾക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക്, നിയമസഭാ അംഗങ്ങൾക്ക്, അത് ഏത് ജനപ്രതിയായാലും അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവിടെ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ്. സംശയം വേണ്ട. കാരണം 50ഓളം CPM-കാർ അപ്പുറത്തുണ്ടായിരുന്നു. അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് UDF-കാർക്ക് നേരെയാണ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത്. അതുകൊണ്ട് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി വേണം. അല്ല, MP-യെ തെരഞ്ഞുപിടിക്കേണ്ട. MP-യെ കണ്ടാൽ എല്ലാവരും അറിയുന്ന MP-യെ അടിക്കുന്ന സമയത്ത് അത് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്ത് പോലീസിന് നേരെ കയ്യേറ്റം ചെയ്യാൻ വന്നതല്ലോ. അവിടെയുള്ള പ്രവർത്തകരെ ശാന്തമാക്കാനാണ് ഷാഫി പറമ്പിൽ MP അവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി പ്രവർത്തകരെ ഉള്ള ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ആദ്യം ഷാഫി പറമ്പിൽ MP-യെ അടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോധപൂർവം തന്നെയല്ലേ അത് സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവണം. ഈ സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അല്പമെങ്കിലും മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഗവൺമെന്റ് ആസൂത്രിതമായ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. SP അത് പറഞ്ഞ് ഞങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ പോലീസ് ലാത്തി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങൾ, അന്ന്
മുഖ്യധാര ചാനലുകളും വന്നിട്ടില്ല. പക്ഷേ പ്രാദേശിക ചാനലിൽ നിന്ന് ഞാൻ ഇന്നലെ കോഴിക്കോടുണ്ട്. അപ്പോൾ തന്നെ അതിന്റെ ക്ലിപ്പിംഗ്സ് കിട്ടി. അത് വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺകുമാർ അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു. ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് SP അടിച്ചിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് പോലീസ് മാറ്റേണ്ടി വന്നു. അപ്പോൾ പോലീസ് ബോധപൂർവം അടിച്ചതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെ ഏറ്റവും വലിയ തെളിവില്ല SP കാര്യവും കാര്യമൊക്കെ. തീർത്തും ആസൂത്രിതം. അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെ ഒരു MP ഇത്ര ബോധപൂർവം അടിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? അത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയത്? അവിടെ ഒരു സംഘർഷം, ഒരു സാഹചര്യം പോലീസുമായി, അതുപോലെ CPM പ്രവർത്തകർ അപ്പുറത്തുണ്ട്. 50 CPM പ്രവർത്തകർ അപ്പുറത്ത് കൂടി നിൽക്കുമ്പോൾ അവരൊന്ന് മാറ്റുന്നതിന് പകരം ആയിരക്കണക്കിന് UDF പ്രവർത്തകർക്ക് നേരെയാണോ പോലീസ് അതിക്രമം നടത്തേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബോധപൂർവമായി തന്നെ ആസൂത്രണമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഷാഫി പറമ്പിനെതിരായിട്ടുള്ള ആക്രമണത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിനായിട്ടുള്ള ആദ്യത്തെ അക്രമമല്ല ഇത്. 2 or 3 അക്രമം തുടരെ അദ്ദേഹത്തിനായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തന്നെ ഇതുപോലെ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം വടകരയിൽ സംഭവിച്ചു ഈ കാര്യങ്ങൾ. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവജന നേതാവ്, ജനസമ്മതിയുടെ നേതാവ്, അദ്ദേഹത്തെ പരിപൂർണമായിട്ടും ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM ഈ തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എത്രയേറെ നാണം കെട്ട രൂപത്തിലാണ് പോലീസ് തല പെരുമാറിയത്. ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ ആളുകൾ ചിന്തിക്കണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന് 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതും ഈ വിദേശ നാണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ സമൻസ് കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വാദവിവാദങ്ങളിൽപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നിൽക്കുന്നത്. അതുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഇതൊരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാ സ്ഥലത്തും പ്രക്ഷോഭം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പ്രക്ഷോഭത്തെയും ശക്തമായിട്ട് നേരിടുമെന്നാണ് നിർദ്ദേശം കൊടുത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആധികാരികമായിട്ടുള്ള വിവരം. അടിച്ചമർത്തണമെന്നാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്നാണ് പറയുന്നത്. ഇതൊന്നും അംഗീകരിക്കില്ല. വെറും കയ്യാൽ ഇത് നോക്കി നിൽക്കുമെന്ന് മുഖ്യമന്ത്രി കരുതരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഷാഫിയെ മർദ്ദിച്ചോ ഇല്ലോ എന്നുള്ള കാര്യം നിങ്ങളുടെ ചാനൽസാണ് കാണിച്ചിരിക്കുന്നത്. ഷാഫിയെ തെരഞ്ഞുപിടിച്ച് ഷാഫിയെ തന്നെ അടിക്കുന്ന കാര്യം 2 മിനിറ്റ് മുമ്പാണ് എല്ലാ TV ഇപ്പോൾ പ്രക്ഷോഭം ചെയ്തിരിക്കുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. അതിന് നിങ്ങൾക്ക് ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കുമോ? ഷാഫിയെ തന്നെ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് പോലീസ് ലാത്തിയടിക്കുന്നത്. പിന്നെ അവിടെ നോക്കൂ, കണ്ണീർ വാതക പ്രയോഗം അത് നടത്തേണ്ട ഒരു സാഹചര്യം അവിടെ എന്താ? അത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത്രയധികം പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം? നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇത് രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. സത്യസന്ധമായും അതുപോലെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പത്രലേഖന്മാർ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ചല്ലേ ആക്രമിച്ചിരിക്കുന്നത്? അല്ല, വിദ്യാർത്ഥി അത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെ ചെയർമാൻഷിപ്പ് കിട്ടിയിരുന്നില്ല. അത് കിട്ടുമ്പോൾ ആഹ്ലാദ പ്രകടനം ഉണ്ടാകുമല്ലോ. അതുമായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഹർത്താൽ അവിടെ പ്രഖ്യാപിച്ചത്. ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രാദേശിക നേതാവിനെതിരായിട്ട് കയ്യേറ്റം നടത്തിയെന്ന ദുരാരോപണം, അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായിട്ട് ആരോപണമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത്. അടിച്ചമർത്താമെന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഷാഫിയുടെ പോപ്പുലാരിറ്റി, ജനസമ്മതി, അതവരെ ഭയപ്പെടുത്തുന്നു. അതാണല്ലോ വടകരയിൽ ആക്രമിച്ചത്. അതാണല്ലോ ഈ പേരാമ്പ്രയിൽ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള കാരണം. ഇതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അതേ, ഷാഫി പറമ്പിലിൻ്റെ അക്രമം എവിടെയെങ്കിലും UDF ജയിച്ചാൽ, അവിടെ MSF ആണ് ജയിച്ചത്, UDF ജയിച്ചാൽ
അവിടെ അടിയാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ ക്യാമ്പസിൽ മുഴുവൻ നടക്കുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങൾ ഇന്ന് ഒരു വലിയ സീറോ ആയി മാറും, ബിഗ് സീറോ ആയി മാറും എന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ്റെ മുമ്പ് കുഴപ്പമുണ്ടാക്കുക, കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക, അടിയുണ്ടാക്കുക, അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക. എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് SFI ആണ്, അതുപോലെ തന്നെ ഇടതുപക്ഷമാണ്. പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ്. പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം, അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ വിഷ്വലിൽ കാണുന്നത് പോലെ നിരത്തി അടിക്കുകയാണ്. ഷാഫി പറമ്പിലിന് അടിച്ചിട്ടില്ല, അഭിനയമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വിഷ്വൽ പുറത്ത് വിട്ടപ്പോൾ മിണ്ടാട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവ് യുദ്ധമായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും UDF-നെ ആക്രമിക്കുന്നു, പാലക്കാട് പിന്നെ അവരെ ആക്രമിക്കുകയാണ്. ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള, അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി, ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകില്ല. ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളി കളിക്കുകയാണ്. കണ്ടില്ലേ, ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ്, കോൽക്കളി മാരിയാണ്. അപ്പോൾ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത്. എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിൻ്റെ മുകളിലാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത്. സാധാരണ കാലിലൊക്കെ അടിച്ച് വരട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതല്ല, തലക്കാണ് അടിക്കുന്നത്. എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നല്ലാതെ ജനങ്ങളെ ഫൂളാക്കാൻ കഴിയില്ല. അധികം വൈകാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും, യാതൊരു സംശയവുമില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ല, അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും. ഈ വ്യവഹാരം അതല്ലല്ലോ. അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത്. വ്യവഹാരം അതിൻ്റെ വഴിക്ക് അങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത്. ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഗവൺമെൻറ് മുൻകൈയെടുത്ത് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയിരുന്നല്ലോ നിയമസഭയിൽ. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. നജീബ് കാന്തപുരത്തെ അല്ല, ആരോഗ്യമില്ലാത്ത മറ്റൊരാളെയാണ് പറഞ്ഞെന്നാണ്. ആരെപ്പറ്റി പറഞ്ഞാലും അധിക്ഷേപ പരാമർശങ്ങൾ ശരിയല്ല. അവരുടെ MLA-മാർ തന്നെ വേഗം അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെപ്പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല. UDF ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ആ വിഷയം ഞങ്ങൾ വിട്ടുകളയാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ എന്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീ പ്രവേശന വിഷയമൊന്നും, അതുപോലെ സംഗമം വന്നു. അങ്ങനെ പല ചർച്ചകളും ഈ ഗവൺമെൻറ് കാലത്ത് നിന്നും ഒക്കെ നെഗറ്റീവാണ്. പക്ഷേ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ഒന്നായിട്ട് അവിടെയുള്ള സ്വർണം ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലും വലിയൊരു സംഭവം ഇനി ഉണ്ടാവാനുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അത് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഷാഫി പറമ്പിൽ MPക്കും എതിരെയും കോൺഗ്രസ്, ലീഗ്, UDF പ്രവർത്തകർ നടന്ന ക്രൂരമായ പോലീസ് അക്രമത്തിന്റെ പ്രതിഷേധവുമായി ജില്ലയിൽ UDF ഇനിയും മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ IGP ഓഫീസിന് മുമ്പിൽ UDF നേതാക്കളുടെ കുത്തിരിപ്പ് സമരമായിരുന്നു. അതിവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് 3 മണിക്ക് പേരാമ്പ്രയിൽ ഇന്നലെ അക്രമം നടന്ന മണ്ണിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്ന UDF-ന്റെ മഹാപ്രതിഷേധ സംഗമം അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇന്ന് രാവിലെ 2-3 ടെലിവിഷനിൽ CPI നേതാക്കൾ പങ്കെടുത്തപ്പോൾ എന്നെയും വിളിച്ചിരുന്നു. അതിൽ 2 CPI നേതാക്കൾ പറഞ്ഞത് ഇത് ഷാഫിയുടെ ഷോ ഓഫ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മൂക്കിന് 2 എല്ല് പൊട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ICU-വിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഷോ ആണെന്ന് പറയാൻ ഇത്ര നാണം കിട്ടുപോയോ കേരളത്തിലെ CPM? അത് മാത്രമല്ല, റൂറൽ SP ഉണ്ട്, ഒരു 3rd റേറ്റ് ഓഫീസർ ബൈജു. അദ്ദേഹം ഇന്നലെ മാധ്യമത്തോട് പറഞ്ഞു ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റില്ല എന്ന്. ഇന്ന് അദ്ദേഹത്തിനെ ലാത്തി കൊണ്ടടിക്കുന്ന വിഷ്വൽസ് മീഡിയകൾ പുറത്തുവിട്ടു.
അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി UDF മുന്നോട്ട് പോകും. ഈ സമരത്തിനിടയ്ക്ക് ശബരിമല തട്ടിപ്പിന്റെ സമരം ആരെങ്കിലും മറച്ചു കളയാ മാറ്റിനിൽ അതും നടക്കില്ല. ശബരിമലയിൽ സ്വർണം കെട്ടുന്നതിനുള്ള സമരത്തിന്റെ അതേ വീര്യത്തോടുകൂടി ഷാഫി പറമ്പിലിനെയും UDF സഹപ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കുന്നവരെയും ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. അവസാനിച്ചു. ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു. ഞങ്ങൾ കുത്തിയിരിപ്പ് സമരമാണ് പ്രഖ്യാപിച്ചത്, അത് അവസാനിച്ചു. ഇന്ന് 3 മണിക്ക് എല്ലാ UDF-കാരും പേരാമ്പ്രയ്ക്ക് എത്തുകയാണ്. പേരാമ്പ്രയുടെ മണ്ണ് അങ്ങനെ തിട്ടൂരമൊന്നും CPM-ന് ആരും കൊടുത്തിട്ടില്ല. അവിടെ UDF ശക്തമായി പ്രതിഷേധിക്കും. ഇത്തവണ കോളേജ് ജയിച്ചെങ്കിൽ അടുത്ത പേരാമ്പ്ര അസംബ്ലി ആയിരിക്കും UDF ജയിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിഷ്വൽസ് ഇല്ലേ? അവിടുത്തെ നിങ്ങൾ ആരും ഉണ്ടായിരുന്നു? ലോക്കൽ ചില വിഷ്വൽസ് ഉണ്ട്, അതിൽ ഷാഫി അടിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ? മാത്രമല്ല, അടി കിട്ടാതെ എങ്ങനെ ഉമ്മ വെച്ചിട്ടാണോ ഷാഫിക്ക് 2 എല്ല് പൊട്ടിയത്? 2 എല്ല് പൊട്ടിയതേ. അത് കഴിഞ്ഞ് ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന ആശങ്കയിൽ ഞങ്ങൾ 7ഓളം പ്രവർത്തകർ ആശുപത്രിയിലാണ് തലവെട്ടി. ഞാൻ 15 മിനിറ്റ് നേരമാണ് ശ്വാസം വിട്ടെടുത്തത്. ഞാൻ എന്റെ കാര്യം പറയുന്നില്ല, പക്ഷെ നിരവധിയായ പാവപ്പെട്ട പ്രവർത്തകർ ആക്രമണത്തിൽ അഭിനയിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു. ഇത് ഞങ്ങൾ കൈകിട്ട് നോക്കി നിൽക്കില്ല. ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയ്ക്ക് പ്രതിഷേധിക്കുന്ന അതേ വീര്യത്തോടു കൂടി അത് മറയ്ക്കാമെന്ന് ആരും കരുതണ്ട. ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയുമായി വേണമെന്ന സമരവുമായി ജില്ലയിൽ UDF മുന്നോട്ട് പോകും. അത് പിണറായിയുടെ പാദസേന ചെയ്യുന്ന പോലീസിന്റെ തരംതാണ പ്രവൃത്തി. ഞാനും നിയാസ വക്കീലും ജയന്തും ബാബുക്കൊക്കെ 60ഓളം കേസ് പ്രതികളാണ്. ആരും മൈൻഡ് ചെയ്യുന്നു കേസ്. ഇത് ഒരൊറ്റ കാര്യങ്ങളോട് പറയാം. ഇപ്പൊ നമ്മൾ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഭരണം മാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭരണമാറ്റം ഉണ്ടായപ്പോ 2 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിന് നേതൃത്വം നൽകിയവരെ ജനം പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയത്. അതൊന്ന് ബംഗാളിൽ, ഒന്ന് ത്രിപുരയിലാണ്. 6 മാസം കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഭരണത്തിന്റെ ഭാഗമായി നിന്ന് മനുഷ്യരുടെ നെഞ്ഞത്തേക്ക് കയറുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തെരുവിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന കാലം വിദൂരല്ല. ഇതുപോലെ ജനവിരുദ്ധമായ നടപടികൾ പുറത്തു വരുമ്പോ, ശബരിമലയിലെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം കട്ട പിണറായി വിജയന്റെ ചെമ്പ് പുറത്തു വരുമ്പോ അതിനെ മറയ്ക്കാൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ, UDF-ന്റെ നേതാക്കന്മാരെ ആക്രമിച്ച് അതിൽ നിന്നൊക്കെ മാറ്റാന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ഈ ആക്രമണങ്ങൾക്കെതിരെ എണ്ണി ഞങ്ങൾ കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കാന്ന് മാത്രമല്ല, പുറത്തിറങ്ങാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ UDF-ന് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി. LDF കൺവീനറുടെ മാനസപുത്രനായ ഒരു പോലീസ് ഓഫീസറാണ് ഇത് നേതൃത്വം കൊടുത്തത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹത്തിന് നടപടി വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ UDF സമരം ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.